എത്ര കേട്ടാലും കേട്ടാലും മതി വരാത്ത ഗാനങ്ങൾ. വയലാറിന്റെ വരികൾ അപാരം തന്നെ. ഗംഗാധേട്ടൻ പറഞ്ഞത് കറക്റ്റാ. എത്ര മധുരം, എത്ര സുന്ദരം. വയലാറിന്റെ മരണം തീരാത്ത നഷ്ടം. അയാള് മരിച്ചോ? അസംബന്ധം പറയല്ലേ ഗംഗാധേട്ട. മരിച്ചെന്നോ? മരിച്ചിട്ട് 10-20 കൊല്ലമായി. ഷോ, ഞാൻ കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ടതാ അദ്ദേഹത്തെ. ആരെ? വയലാറിനെയോ? അതെ, നമ്മുടെ വയലാറിനെ, വയലാർ രവിനെ. എവിടുന്നാ മണ്ടൻ പൊട്ടത്തരം പറയാതോ? എന്താ എല്ലാരും ചിരിക്കുന്നു. ഇതിന് പൊട്ടത്തരം പറഞ്ഞു. എവിടുന്നാ അവനൊക്കെ? ഏതായാലും എന്തേലും പോട്ടെ. ഗംഗാധരേട്ടാ, കുറച്ച് ചായം കടി തണി. എനിക്ക് ലോട്ടറി അടിച്ചു 500 രൂപ. ഇതിൽ കുറച്ചു പേർക്ക് ഇന്റെ വക ചായം കടി. അതെന്താ കുറച്ച് ആൾക്കാർക്ക്? ഞാൻ കേൾക്കൂലേ? ലോട്ടറി അടിച്ചത് 500. അതിന്റെ സന്തോഷത്തില് എല്ലാവർക്കും ചെലവ് ചെയ്ത് 650 രൂപ. ഇനിയിപ്പോ ഇവിടെ കടം പറയേണ്ടി. എന്താ കഴിക്കാൻ വേണ്ടത്? അവിടെ ഉണ്ട, ഇവിടെ പോണ്ട, ഇച്ചൊന്നും വേണ്ട. ഗംഗാധരേട്ടാ ഒരു കത്തുണ്ട്. വരുന്ന വഴിക്ക് കൃഷ്ണപിള്ളേട്ടൻ തന്നാ. എന്താ അത് ഇങ്ങനൊരു കത്ത്? ഈ ഹോട്ടലിലെ പേര് മാത്രമേ ഉള്ളൂ. ഈ ആഴ്ച ആൾക്ക് എന്റെ പേരറിയില്ലേ? പ്രിയം നിറഞ്ഞ കാഞ്ഞിരപ്പറമ്പ് നിവാസികൾ അറിയാൻ നിങ്ങളുടെ ഏവരുടെയും അഭ്യുതകാംക്ഷി എഴുതുന്നത്. ലോകത്തിൽ ആകമാനം മാതൃകയാവുന്ന നന്മകളുടെ വിളവെടുപ്പ് ഭൂമിയായി മാറുകയാണല്ലോ ഇന്ന് കാഞ്ഞിരപ്പറമ്പ്. അതിൻ്റെ പ്രധാന കാരണക്കാർ പുത്തൻ വീട്ടിൽ മായൻകുട്ടിയാക്കാൻ്റെ മകൻ സലീമും മരിച്ചുപോയ കുഞ്ഞാലി മാഷിൻ്റെ മകൻ ഹമീദുമാണല്ലോ. ഇവർ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് മറ്റുള്ളവരുടെ മുഖത്ത് കരിവാരി തേക്കുമ്പോൾ കാഞ്ഞിരപ്പറമ്പുകാർ എന്തുകൊണ്ട് ഇവരുടെ കള്ളക്കളികൾ കാണുന്നില്ല? ഭർത്താവില്ലാതിരിക്കുന്ന സലീമിൻ്റെ പെങ്ങൾക്ക് താങ്ങും തണലും എല്ലാ നിലയ്ക്കും സഹായിയുമാണ് ഹമീദ്. ഇതിന് കൂട്ടുനിൽക്കുന്ന സലീമിൻ്റെ മാതാപിതാക്കൾ. ഇതൊന്നും അറിയാഞ്ഞിട്ടോ അതോ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുകയോ ചെയ്യുന്ന സലീം കാഞ്ഞിരപ്പറമ്പിലെ കലാസാംസ്കാരിക പ്രവർത്തകനായ ഹമീദിൻ്റെ തനിനിറം മനസ്സിലാക്കുക. അയൽവാസിയായ കുഞ്ഞലിവാക്കാൻ്റെ മകൾ ഫൗസിയയുടെ മുടങ്ങിയ വിവാഹം വീണ്ടും നടത്തിക്കൊടുത്ത ക്രെഡിറ്റിൽ ഫൗസിയുമായി സലീമിന് എന്തോ അരുതാത്ത ബന്ധമില്ലേ? ചിന്തിക്കുക, മനസ്സിലാക്കുക, പ്രതികരിക്കുക എന്ന് ഒരു സുഹൃത്ത്. സിനിമയ്ക്ക് എവിടെയാണടാ? അന്ന കുറച്ച് സ്ഥലം കണ്ടിട്ട് എന്താ കഴിഞ്ഞാ സിനിമനെ പറ്റി? ഈശ്വര, എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത്?